ഇപ്പോൾ നവീൻ ബാബുവിന്റെ സഹോദരൻ ശ്രീ പ്രവീൺ ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഈ പറയുന്ന ആരോപണത്തിൽ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ മക്കളുടെ ആശങ്കയിൽ എന്താണ് അതിന്റെ പശ്ചാത്തലമെന്നൊക്കെ ഒരുപക്ഷെ പ്രവീൺ ബാബു കുറച്ചുകൂടി വിശദമായി പറയുമായിരിക്കും. യൂട്യൂബിലടക്കം ആരൊക്കെയോ ഈ പ്രവീൺ ബാബുവിനെ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി, മകളുടെ പരാതി. വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. കാരണം സിംഗിൾ ബെഞ്ച് എന്നൊരു വിധി ഉണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്ന് പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇല്ല, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല, ഡിസ്മിസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അതെ, അല്ല, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മോശമാണ്. ഞാൻ ഡേ 1 തന്നെ ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് SHOയ്ക്ക്. അതിൽ പ്രശാന്തൻ്റെ വ്യക്തിയെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 4.5 മാസമായിട്ടുണ്ട്. ഇതുവരെ പ്രശാന്തനെ പ്രതി പോലും ആക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വിധിയുടെ പകർപ്പെടുത്തിയ ശേഷം തീരുമാനമെടുക്കുക. അത് ഞങ്ങൾ ആലോചിക്കും, തീർച്ചയായിട്ടും ആലോചിക്കും. അടുത്ത നടപടി ആലോചിക്കും. ഉണ്ട്. എനിക്ക് തോന്നുന്ന ശത്രുക്കളായിട്ടുള്ളവർ തന്നെ ആയിരിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിന് കേസിന് ആദ്യം തൊട്ട് എല്ലാത്തിനും മുന്നേ നിൽക്കുന്ന എന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തെറ്റിപ്പിക്കാനോ അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറ്റുവാനോ ഉള്ള ആരുടെയോ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. നവീൻ ബാബുവിന്റെ സഹോദരൻ പറയുകയായിരുന്നു. ഷോക്കിംഗ് ആണ് എന്നാണ് പ്രവീൺ ബാബു പറയുന്നത്. അത് സിംഗിൾ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നപ്പോഴേക്കും ഉറപ്പായും അതിലൊരു CBI അന്വേഷണം ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്നതാണ്. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് നിർണായകമായ ഉത്തരവ് ഉണ്ടായത്. വിധിപ്പകർപ്പ് കിട്ടിയ ശേഷമാണ് എന്തുകൊണ്ടാണ് ആ ആവശ്യം തള്ളിയത് എന്നതിനെക്കുറിച്ച് വ്യക്തത വരൂ എന്ന് പ്രവീൺ ബാബു പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ മക്കൾ, മൂത്ത മകൾ പറഞ്ഞ ഈ പ്രവീൺ ബാബുവിനെ പറ്റി ആരൊക്കെയോ മോശം എഴുതുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതികരണം പ്രവീൺ ബാബുവിൽ നിന്നുണ്ടായി. കുടുംബത്തെ തമ്മിൽ തെറ്റിക്കാനും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാനും ആരൊക്കെയോ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് എന്ന് ഭാര്യ മഞ്ജുഷയും നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് പ്രവീൺ ബാബുവും പറയുകയാണ്.